ഇതിന് പിന്നിൽ ഏഴാമതായി നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു സൈഡാണ് നമ്മുടെ മാർക്കറ്റിംഗ്. നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഒരു വ്യാപാരവൽക്കരിക്കുന്നത് എന്നുള്ളത്, മാർക്കറ്റിംഗ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ കാലം ഒരു ഇന്റർനെറ്റ് മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇന്റർനെറ്റ് ബേസ്ഡ് കാര്യങ്ങളെല്ലാം ആ രാജ്യത്ത് എത്രത്തോളം ഫലവത്താവും എന്നുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. അവിടുത്തെ ജനങ്ങൾ പർച്ചേസിങ് ചെയ്യുന്നത് അവരുടെ രീതി എങ്ങനെയാണ്, അവരൊരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ അവരുടെ കയ്യിലുണ്ടോ, അവരതൊക്കെ പാലിക്കുന്നുണ്ടോ, ഏത് തരത്തിലാണ് അവിടുത്തെ ജനങ്ങളുമായിട്ട് നമ്മൾ സംവേദിക്കേണ്ടത്, എങ്ങനെയാണ് അവരുടെ മനസ്സിൽ ഇടം നേടിയെടുക്കേണ്ടത്, ഏത് തരത്തിലുള്ള മാർക്കറ്റിംഗ് തന്ത്രമാണ് അവരെ നമ്മൾ ഉപയോഗിക്കേണ്ടത്, ഈ കാര്യങ്ങളിലെല്ലാം നമ്മൾ വളരെ ഡീപ്പായിട്ട് വളരെ ഗ്രാഹ്യം ഉണ്ടാക്കിയെടുക്കുകയും അതിനോടൊപ്പം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആ രാജ്യത്തേക്ക് എങ്ങനെ എത്തിക്കാൻ കഴിയുക, ആ രാജ്യത്തിലെ ഉള്ള ആവറേജ് സ്റ്റാൻഡേർഡ് ഉള്ള വെബ്സൈറ്റുകളും മറ്റും നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള വെബ്സൈറ്റ് നമുക്ക് ഡിസൈൻ ചെയ്യുക. അവർക്ക് വളരെ വിയർഡായിട്ട് തോന്നുന്ന തരത്തിലുള്ള ഡിസൈനുകൾ ഇന്ത്യയിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല. ഈ തരത്തിലെല്ലാം ഉള്ള പ്രിലിമിനറി ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് നമുക്ക് ചെയ്യാൻ കഴിയും. എങ്ങനെയാണ് ചെയ്യാൻ കഴിയുക? നമ്മൾ അതിനനുസരിച്ചുള്ള മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡി നടത്തുകയും ആ മാർക്കറ്റിംഗ് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള പ്രീ പ്ലാനിങ് ചെയ്യുകയും ചെയ്താൽ മാത്രമാണ് അത് നമുക്ക് ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ബിസിനസ്സിനെ സംബന്ധിച്ചും ഒരു സ്പിയർ ഹെഡ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണ്. നമ്മുടെ തന്നെ ഒരു ഓഫീസ് ശ്രദ്ധിച്ചാൽ അവിടെ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്, അക്കൗണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്, ക്ലറിക്കൽ വർക്ക് ചെയ്യാനുള്ള ആൾക്കാരുണ്ട്, ഏറ്റവും താഴെ പിയൂൺസ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർ പോലും ഉണ്ട്. പക്ഷേ ഇതിലൊരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഓഫീസിലിരിക്കുന്ന ഇത്തരത്തിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ഫീഡ് ചെയ്യുന്നത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റാണ്. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് പുറത്തു നിന്ന് കൊണ്ടുവരുന്ന ആദായത്തിൽ നിന്നാണ്, അവർ കൊണ്ടുവരുന്ന പണത്തിൽ നിന്നാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഓടിച്ചു കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാക്കുന്നത് പോലെ തന്നെ ഏതൊരു ബിസിനസ്സിനും മാർക്കറ്റ് അത്രയും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഒരിക്കലും മാർക്കറ്റിംഗ് പ്രോപ്പർ അല്ലാതെ നമുക്കൊരു ബിസിനസ് ചെയ്യാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ മാർക്കറ്റിങ്ങിലുള്ള പ്ലാനിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമായി കരുതേണ്ടിയിരിക്കുന്നു.